നമസ്കാരം, ഞാൻ ഡോക്ടർ ദീപ്തി, അഹല്യ വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കുന്നത് എൻഡോമെട്രിയോസിസ് എന്ന അസുഖത്തെ പറ്റിയാണ്. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ, അതായത് 15 മുതൽ 50 വയസ്സ് വരെയുള്ള ഏജുള്ള സ്ത്രീകളിലെ കാണുന്ന ഒരു പ്രത്യേകതര അസുഖമാണ് എൻഡോമെട്രിയോസിസ്. ഏകദേശം 10ൽ ഒരാൾക്ക് ഈ അസുഖം ഉണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. സ്ത്രീകളിലെ വന്ധ്യതയിലെ ഒരു പ്രധാന കാരണം, അതായത് 30% കൊണ്ടും ഇതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. എന്താണ് എൻഡോമെട്രിയോസിസ്? എൻഡോമെട്രിയം എന്നാൽ യൂട്രസിനകത്ത് കാണുന്ന ഒരു ഇന്നർമോസ്റ്റ് ലെയറിനെയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഈ കോശങ്ങൾ ശരീരത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ കാണുന്നതിനെയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. സാധാരണയായി ഈ എൻഡോമെട്രിയോസിസ് കാണുന്നത് യൂട്രസിന് പുറം ഭാഗത്ത്, അതുപോലെ യൂട്രസിന് ഇരുവശത്തുമുള്ള അണ്ഡാശയം, അതായത് ഓവറിയിൽ, ഫാലോപ്പിയൻ ട്യൂബ് അഥവാ അണ്ഡവാഹിനി കുഴലുകളിൽ, അതുപോലെ കുടൽമാലകളിൽ, പിന്നെ സിസേറിയൻ അതുപോലെ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിച്ചിനകത്തൊക്കെ ഇത് കാണാം. അപ്പോൾ ഇതാണ് എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ. ഇനി എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്? ഇത് മെയിൻലി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒട്ടിപ്പിടുത്തങ്ങൾ ഉണ്ടാക്കും. തന്മൂലം നമ്മുടെ ഒരു നോർമൽ അനാട്ടമി, അപ്പോൾ യൂട്രസിൻ്റെയും അണ്ഡാശയത്തിൻ്റെയും അണ്ഡവാഹിനി കുഴലിൻ്റെയൊക്കെ ഒരു നോർമൽ അനാട്ടമി ഇത് കാരണം ഡിസ്റ്റോർട്ടഡ് ആകും. തന്മൂലം മെയിനായിട്ട് ഉണ്ടാകുന്ന കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി ആണ്. അതായത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലെ സ്ത്രീകളിൽ ഇത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. മറ്റ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് അസഹ്യമായ വയറുവേദന, ഈ ആർത്തവ സമയത്ത് കാണുന്ന വയറുവേദന അഥവാ ഡിസ്മെനോറിയ, പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അസഹ്യമായ വയറുവേദന, അതുപോലെ വെറുതെ അപ്പോഴും ഇപ്പോഴൊക്കെ ഉണ്ടാകുന്ന വയറുവേദന, പെൽവിക് പെയിൻസ് എന്ന് പറയും. അതേപോലെ യൂറിൻ പാസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മലം പോകുന്ന സമയത്തൊക്കെ കാണുന്ന വയറുവേദനകൾ. ഇത്തരത്തിലുള്ള വേദനകളാണ് ഈ എൻഡോമെട്രിയോസിൻ്റെ മറ്റ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്.